നാഷണൽ ടൂത്തേക്ക് ഡേ. നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാകും, പല്ലുവേദനയ്ക്കും ഒരു ദിവസമോ എന്ന്. വളരെ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതും ഒട്ടേറെ പേരെ അലട്ടുന്നതുമായ പല്ലുവേദന പല വിധത്തിലുള്ള ദന്തരോഗങ്ങളാലാണ് ഉടലെടുക്കുന്നത്. ഈ ദിനത്തിൽ അവ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. വേൺ ഇനാമൽ. പല്ലിൻ്റെ പുറം ഭാഗത്തെ കവർ ചെയ്യുന്ന ഇനാമലിനുണ്ടാകുന്ന ഡാമേജാണ് വേൺ ഇനാമൽ. അസിഡിക് ആയിട്ടുള്ള ഫുഡിൻ്റെയും അധികമായ പഞ്ചസാരയുടെയും ഉപയോഗം ഇതിന് കാരണമാകുന്നു. ക്യാവിറ്റീസ്. അധികമായ ഇനാമൽ നഷ്ടം മൂലം പല്ലിൽ ചെറിയ ഹോളുകൾ രൂപപ്പെടുന്നതിനെയാണ് ക്യാവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് പിന്നീട് പല്ലിലെ സെൻസിറ്റീവ് ഞരമ്പുകളെ എക്സ്പ്ലോഷർ ചെയ്യുന്നു. ഇത്തരം അവസ്ഥയിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആബ്സെസ്. ക്യാവിറ്റീസ് വളരെ കാലമായി ചികിത്സിക്കാതിരുന്നാൽ പല്ലിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അതുമൂലം വീക്കവും കുരുക്കളും ഉണ്ടാകുന്നതാണ് ആബ്സെസ്. മോണ ചുവന്ന് തുടുക്കുക, വീക്കമുണ്ടാകുക, ഡിസ്ചാർജ് ഉണ്ടാകുക, വായിൽ അരുചി അനുഭവപ്പെടുക, തുടിക്കുന്ന വേദന, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഗം ഡിസീസ് അഥവാ മോണരോഗങ്ങൾ. മോണയിൽ റെഡ്നെസ് ഉണ്ടാകുകയോ മോണ വീക്കമുണ്ടാകുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. സമയബന്ധിതമായി ചികിത്സിക്കാതിരുന്നാൽ ഇത് പല്ലുകളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലുകൾക്ക് തേയ്മാനമുണ്ടാക്കുന്നു. ഇൻഡയറക്റ്റ് കോസസ്. നേരിട്ടല്ലാത്ത കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും പല്ലുവേദന വരാറുണ്ട്. ചിലതൊക്കെ നിസ്സാരമായിരിക്കും. എന്നാൽ സൈനസ് ഇൻഫെക്ഷൻ മൂലം ബുദ്ധിമുട്ടുളവാക്കുന്ന വേദനയും ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടാറുണ്ട്. ഈ ദന്തരോഗങ്ങളെ ചെറുക്കുവാൻ റെഗുലറായി ഡോക്ടറെ കാണുന്നതും സമയബന്ധിതമായ ചികിത്സയും അനിവാര്യമാണ്. വായിൽ അനുഭവപ്പെടുന്ന ചെറിയ വേദനകൾ, കളർ വ്യത്യാസം, രുചി വ്യത്യാസം ഇവയൊന്നും അവഗണിക്കാതിരിക്കുക. ദിവസവും 2 തവണ ബ്രഷ് ചെയ്ത് ദന്തശുചിത്വവും കൃത്യമായി പാലിക്കുക. ആരോഗ്യമുള്ള പല്ലുകൾ ആരോഗ്യമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കൊച്ചി ബ്രാഞ്ച് പൊതുജന താൽപര്യാർത്ഥം.